അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. ഈ ഒരു സമയത്ത് കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം അള്ളാഹുവിനോടുള്ള നന്ദിപൂർവ്വം അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും നിറഞ്ഞു കവിയുകയാണ്. ഇതുപോലെയുള്ള സംരംഭങ്ങളോട് പാണക്കാട് കുടുംബം എങ്ങനെയാണ് ചെയ്യുക, പ്രതികരിക്കുക, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുക എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. 2016 എൻ്റെ മകൻ ഇവിടെ പഠിക്കുന്നൊരു സമയത്ത് ഞങ്ങളിവിടെ വന്നു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. തങ്ങൾ പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വളരെ കറക്റ്റാണ്. ഞാൻ ഇതുവരെയുള്ളതിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ അന്ന് എവിടെയാണ് ജുമായ്ക്ക് കൂടുക, അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, എവിടെയാണ് ജുമായ്ക്ക് കൂടുക എന്ന് ചോദിച്ചു. അസ്ലം ഇവിടെ അന്ന് ജോയിൻ ചെയ്ത് MSF ലീഡറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അസ്ലം ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി മുഴുവൻ കണ്ടിട്ട് യൂണിവേഴ്സിറ്റി എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും, അന്ന് 25,000 സ്റ്റുഡൻസാണ് യൂണിവേഴ്സിറ്റിയിൽ ആകമത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞു. അതിൽ 5,000-ഓളം ഫോറിനേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്ന് ഒരു 3,000-ഓളം കുട്ടികളുണ്ടാവും എന്ന് അവർ പറഞ്ഞു. അതിൽ എത്ര മുസ്ലിം കുട്ടികളുണ്ടാവും എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അസ്ലമൊക്കെ പറഞ്ഞു ഒരു 3,000 കുട്ടികൾ മുസ്ലിം കുട്ടികളുണ്ടാവും ഈ കൂട്ടത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ജുമായ്ക്ക് പോകുക എന്ന് ചോദിച്ചു. ഫഗ്വാരയിൽ പോകാം, ഫഗ്വാരയിൽ ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫഗ്വാരയിലെ പള്ളിയിൽ ജുമായ്ക്ക് കൂടി. വൃത്തിഹീനം എന്ന് പറയുന്നത് മോശമാണ്, ആ പള്ളിയുടെ ഹൈജീനിക്കല്ല ഒട്ടും, അവിടുത്തെ ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊന്നും. അവിടെ ജുമാ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്തു എങ്ങനെയാണ് ഈ കുട്ടികളൊന്നും ഇപ്പോൾ ഈ 8 കിലോമീറ്റർ പോയിട്ട് അവരൊരിക്കലും ജുമായ്ക്ക് പോവില്ല. അപ്പോൾ അവരെ നിസ്കാരം തന്നെ അവർ റൂമുകളിലൊക്കെ വെച്ച് നിർവഹിക്കുന്നു. അസ്ലമിനെ പോലെയുള്ള നല്ല നമ്മുടെ കൾച്ചറും ഐഡൻറ്റിറ്റി നിലനിർത്തുന്ന കുട്ടികൾ മാത്രമാണ് 8 കിലോമീറ്റർ ദൂരെ പോയിട്ട് ജുമായ്ക്ക് കൂടുക. അപ്പോൾ കുട്ടികൾക്ക് ജുമാ നഷ്ടപ്പെടുന്നു, നിസ്കാരം പോലും അവർ കൃത്യമായിട്ട് നിർവഹിക്കാതെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്ത് ഞങ്ങൾ പറഞ്ഞു ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതൊരു ഗുണമാവില്ലേ. പാണക്കാട് തങ്ങളുടെ അടുത്തൊക്കെ പോയി പറഞ്ഞാൽ അന്ന് ഹൈദരലി ശബ്ദങ്ങളുണ്ട്, തങ്ങൾ സപ്പോർട്ട് ചെയ്യും, മറ്റുള്ള തങ്ങന്മാരൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇവിടെയുള്ള ഒരുപാട് പണക്കാരുണ്ട്, അവർക്കൊക്കെ മുമ്പിൽ ഒരു പ്രോജക്റ്റ് വെച്ച് കൊടുത്താൽ അവർ പെട്ടെന്ന് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ അവർ ഉടനെ തന്നെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി. പാണക്കാട് ചെയ്ത ഹൈദരലി ശബ്ദങ്ങളടുത്ത് ഞാൻ അസ്ലം അടക്കമുള്ള കുട്ടികളെ കൊണ്ടുപോയി. എൻ്റെ മകനുണ്ടായിരുന്നു, അവർക്കതുകൊണ്ട് തങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്നൊരു ആക്സസിന് എളുപ്പമായിരുന്നു. എൻ്റെ മകനാന്ന് പറഞ്ഞിട്ടാണ്, എൻ്റെ മകൻ അത്ര വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ ഇവർ എൻ്റെ മകനാണെന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ അടുത്തൊക്കെ കൊണ്ടുപോകാം. അപ്പം അങ്ങനെ പോയി തങ്ങൾ, പിന്നെ ഞാനില്ലാതെ തന്നെ തങ്ങൾക്ക് അവർ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറി അസ്ലമിനൊക്കെ. അത് കഴിഞ്ഞ് തങ്ങളുടെ മരണം വരെ എന്നെ കണ്ട് അവസാനത്തെ സമയത്ത് എന്നെ കണ്ടു ചോദിച്ചാൽ പഞ്ചാബിൽ പഠിക്കണ മോനിപ്പോൾ ഇവിടെ നിന്നാണ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളടുത്തെത്തി. ഈ ഹൈദരലി ശിഹാബ് തങ്ങളാണെങ്കിലും സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഇപ്പോൾ അസ്ലമോട് പറഞ്ഞല്ലോ സ്വാഗത പ്രസംഗത്തിൽ, ആമുഖ പ്രസംഗത്തിൽ, കല്യാണത്തിൻ്റെ ഇടയിൽ പോലും തങ്ങൾ ക്ഷണിച്ച അതിഥികളെടുത്തുനിന്ന് പോലും എങ്ങനെ വേറെ എല്ലാ കാര്യങ്ങളും പോലെ ആ സമയത്ത് പോലും പള്ളിയുടെ കാര്യം മാത്രം ചിന്തിച്ച് അതിനുവേണ്ടി ഇത്ര സപ്പോർട്ട് ചെയ്തൊരു കുടുംബം ഇത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണെങ്കിലും ഹൈദരലി ശിഹാബ് തങ്ങളാണ്. അവസാനം സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത് സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് ഇത് പൂർത്തിയാക്കി. അസ്ലമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അസ്ലമിൻ്റെയും കൂടെയുള്ള അങ്ങനത്തെ ഒരു സന്തോഷ ദിവനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഈ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള അവസരം നമുക്കെല്ലാവർക്കും, ഇതിന് സാക്ഷികളാകാൻ അവസരം കിട്ടിയ നമുക്കെല്ലാവർക്കും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാം. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.